ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു Achus ഡിസൈൻ. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെറ്റീരിയലിലേക്ക് എങ്ങനെയാണ് വരയ്ക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതുപോലെ ഒരു സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് അതിൻ്റെ ബോർഡർ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു അളവ് ഏകദേശം എടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങൾ കൈയുടെ എൻഡിങ്ങിൽ 3/4 സ്ലീവ് ആണെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു വണ്ണം നിങ്ങൾ അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ബോർഡർ ലൈൻ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മുകളിലാണ് നമ്മൾ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയുള്ള പിക്ചർ ഡ്രോ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആദ്യം തന്നെ നമ്മൾ സ്കെയിൽ തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ സ്കെയിലിൻ്റെ ഒരു 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് അവിടെ ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവേഴ്സൊക്കെ ഏകദേശം കറക്റ്റായിട്ട് കിട്ടും. ഡയറക്റ്റ് മെറ്റീരിയലിലേക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതൊരു സിമ്പിളായിട്ടുള്ള സ്ലീവ് ഡിസൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നമുക്ക് മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ജസ്റ്റ് ഒരു പോയിൻ്റ് കൊടുക്കുക. അവിടെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ വരാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ അളവ് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഓരോ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയാണ്. അപ്പോൾ റൗണ്ട് വരച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മോൾഡ് വെച്ചിട്ട് നിങ്ങൾക്ക് റൗണ്ട് വരയ്ക്കാനാണെങ്കിൽ അങ്ങനെ റൗണ്ട് വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് മെറ്റീരിയലിലേക്ക് നമ്മുടെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ മെറ്റീരിയലിലേക്ക് ഡയറക്റ്റ് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ ഡോട്ട്സ് നമ്മൾ കൊടുത്തല്ലോ, നമ്മൾ ആദ്യം ഡോട്ട്സ് കൊടുത്ത ഭാഗത്തൊക്കെ നമുക്ക് ഫ്രണ്ടിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ടൈംസ് നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ അടുത്തത് വൈറ്റ് കൊടുക്കുക. 2 കളർ കാണിച്ചല്ലോ, അപ്പോൾ ആ കളേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒന്ന് ഫിക്സ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ എല്ലാം ഫ്രണ്ടിലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്ലൂ ത്രെഡ് ചെയ്ത ഭാഗത്ത് വൈറ്റ് കളറിലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ലോങ് ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 2 സ്റ്റിച്ചേ വന്നിട്ടുള്ളൂ, ഫ്രഞ്ചിനോട്ടും ലോങ് ഫ്രഞ്ചിനോട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. ഇതുപോലെ 4 ഭാഗത്തായിട്ട് നമുക്ക് ആദ്യം ഒന്ന് മാർക്കിംഗ് പോലെ ഒന്ന് ലോങ് ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ഗാപ്പുള്ള ഭാഗത്തൊക്കെ ബാക്കിയുള്ള സ്റ്റിച്ചും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇവിടെ ത്രെഡൊന്നും വന്നിട്ടില്ല, ഓൺലി നമുക്ക് ബീഡ്സ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ത്രെഡ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ബീഡ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്ത പോലെ ബീഡ്സൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വൈറ്റ് കളറിലെ ത്രെഡുള്ളടുത്ത് ബ്ലൂ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ളൊരു സ്ലീവ് എംബ്രോയിഡറി ഡിസൈനാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫ്യൂച്ചറിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. താങ്ക് യു ഓൾ.